ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ എന്താ പറയുന്നത്, ഒരു കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഞാനിവിടെ എത്തിയത്. അവൻ വളരെയധികം ബിഹേവിയർ ചലഞ്ചിങ് ആയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും ഗ്രോണപ്പാണ്. എന്നാലും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ ഉള്ളവർ പോലും എനിക്കറിയാം, കുഞ്ഞുങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അവർ തെറാപ്പി സമയത്തെല്ലാവരും കടിക്കുകയും എന്താ പറയുക സ്ക്രാച്ച് ചെയ്യുകയും എല്ലാം. കീർത്തിയൊക്കെ ഒത്തിരി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. കാരണം ആ ബിഹേവിയർ തെറാപ്പിയൊക്കെ ഒത്തിരി ബെനിഫിറ്റായിരുന്നു. പിന്നെ സെൻസറി ആണെങ്കിലും അങ്ങനെയാണ് കുഞ്ഞിന് ഒത്തിരി വ്യത്യാസം വന്നത്. സെൻസറി ആ തെറാപ്പി കൊണ്ട് ഏറ്റവും കൂടുതൽ അവന് ഒത്തിരി സെൻസറി ഇഷ്യൂസ് ആയിരുന്നു. വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് വെച്ചാൽ ഒരു ഷൂ ഇടാനായിട്ട് അവന് ഷൂവും സോക്സില്ലാത്തൊരു ഷൂ ഇടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ നോർമൽ ഇത് ചപ്പലിടാൻ അവന് പറ്റും, അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡ്രസ്സ് ഇന്ന് അവനിട്ടേക്കുന്ന ഷർട്ട് ഇന്ന് വരെ അവൻ ടീഷർട്ട് ഒരു 4 years കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഇന്നാണ് അവൻ ഷർട്ട് ഇടുന്നത്. ഒത്തിരി എക്സ്പെൻസീവായ ഷർട്ടും ഇതും ഗിഫ്റ്റും അല്ലാതെയൊക്കെ അവർ കിട്ടുമെങ്കിലും ഒരിക്കലും അതൊന്നും അവന് നോക്കുക പോലും ചെയ്യാൻ അവന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന സെൻസറി തെറാപ്പി എന്ന് നോയലിനൊക്കെ ഒത്തിരി താങ്ക് യു. അവന് ബട്ടൺ ഇടുന്ന ഇഷ്ടമല്ല, കോളർ അവനെ ടച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല, അതാണ് അവൻ്റെ ഇഷ്യൂസ്. അപ്പം ഞാനതിവിടെ വന്നതിന് ശേഷം ഞാൻ ഷർട്ടും വാങ്ങിച്ചിട്ട് ഞാനിന്നൊന്ന് ട്രൈ ചെയ്താണ്. ഞാൻ നോയലിനോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവന് വാങ്ങിക്കാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് അവൻ അത് ഇട്ടു. എന്നുവെച്ചാൽ ബട്ടൺ ഇടാൻ ഹെൽപ്പ് വേണമായിരുന്നു, പക്ഷെ എന്നാൽ അവന് സമ്മതിച്ചു എന്നുള്ളതാണ് വളരെ വലിയൊരു അച്ചീവ്മെൻ്റാണത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആയുർവേദിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അവനിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അത് മെഡിസിനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ആദ്യമെന്നുള്ളിൽ. അത് പക്ഷേ അതോടുകൂടിയാണ് കൊച്ചിന് ഇത്രയും കാമായി. ഒത്തിരി താങ്ക് യു എല്ലാവരോടും. എന്താ പറയുന്നത്, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനം ഇത്ര ഇനിയും നന്നായി വെച്ചാൽ ഞാനൊരു കൊച്ചിൻ്റെ മമ്മ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രമാത്രം സ്ട്രഗിൾ ഉണ്ടെന്ന്. അങ്ങനെ ഒരു ലൈഫിൽ നമ്മൾ തുടങ്ങിയാൽ എനിക്ക് മൂത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പക്ഷേ മോൻ്റെ ഒരു 3 years വരെ എനിക്ക് കുഴപ്പങ്ങളായിരുന്നു. ഒരു 4 years കഴിഞ്ഞിട്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം നമുക്കറിയാൻ പറ്റും ആ കുഞ്ഞുങ്ങളുടെ വ്യത്യാസം. അപ്പോൾ ഇതുപോലെ അനേക കുടുംബങ്ങളുണ്ടെന്ന് നമുക്കറിയത്തില്ല, പുറത്തുനിന്ന് നോക്കാൻ നമുക്കറിയത്തില്ല. അവർക്കെല്ലാം ഇത് ഒരു അനുഗ്രഹമായി തീട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ആഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ട്രീറ്റ് ചെയ്തെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ലക്ഷ്മിമാളാണെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ മുഖം കാണാൻ ദൈവം എൻ്റെ മാമിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവർ ട്രീറ്റ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം എന്താ പറയുന്നത് കണ്ട് ഇന്നിപ്പോൾ കാണുന്നില്ല. ദൈവം അതിനുവേണ്ടി ഒരു വഴി തുറക്കട്ടെ, അതിനുള്ള മുഖാന്തരം ഒരുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രമോദ് സാറ്, ഇത്രയും എഫേർട്ടിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഫസർ സാറ്, അനീഷ് സാർ, എല്ലാവരെയും എന്താ പറയുന്നത് എല്ലാവർക്കും താങ്ക് യു പറയുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ അഞ്ജന ആണെങ്കിലും എല്ലാത്തിനും ബാക്ക് ബോണായിട്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതിന് ഒത്തിരി താങ്ക്സ്. ഡോക്ടർ കീർത്തി ഒത്തിരി നന്ദിയുണ്ട്. കാരണം പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റായിട്ട് ഒരു ഇച്ചിരി നേരം പോലും അവൻ ഇരിക്കത്തില്ലായിരുന്നു. അവൻ ഇരിക്കും, പക്ഷേ എഴുന്നേറ്റപ്പോഴും നടക്കുന്നുള്ള അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒത്തിരി എന്നാ പറയുന്നത് ബിഹേവിയർ തെറാപ്പിയിൽ കൂടെ അവന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനും. ഇപ്പം നമ്മൾ നോന്നും അവനോട് പറയാൻ പറ്റത്തില്ലായിരുന്നു. നോന്നോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ വെയിറ്റ് നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ ബെറ്റർ. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവനങ്ങനെ വാക്ക് കേൾക്കാൻ പറ്റത്തില്ല അവന്. അതിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഇപ്പം ഞാനങ്ങനെ ഇപ്പോൾ പക്ഷെ അറിയാതെയാണ് ട്രൈ ചെയ്യും പറയാതിരിക്കാനായിട്ട്. എന്നോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാതിരിക്കാം. പക്ഷെ പറഞ്ഞാൽ പോലും ഇപ്പം അവന് അങ്ങനെയുള്ളൊരു ഇതില്ല. അപ്പം അത് എന്താ പറയുന്നത് നിങ്ങളുടെ എല്ലാം എന്നാ പറഞ്ഞാൽ എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മൾ എത്ര കാശ് മുടക്കാനും നമുക്കൊരു മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. നിങ്ങളുടെ ഈ ഡെഡിക്കേഷനും നിങ്ങളുടെ എന്താ പറയുന്നത് എന്താ പറയുക ജോലി എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത്
ഞങ്ങളെപ്പോലുള്ള കുടുംബങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ജോലി. ആ ദൈവം നിങ്ങളെ പിന്നെയും ചെയ്യുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞാൻ ഓഗസ്റ്റ് കഴിയുമ്പോൾ മിക്കവാറും വരണമെന്ന് ആഗ്രഹിക്കുന്നു. കുഞ്ഞിൻ്റെ തെറാപ്പി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുഖങ്ങളൊക്കെ കാണാമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗർഷോമിന് ഈ ചെറിയ കാലയളവിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു ടീമിൻ്റെ എഫേർട്ടിലും അതിലെല്ലാം ഉപരിയായിട്ട് ഗർഷോമിൻ്റെ അമ്മ ഓരോ കാര്യങ്ങളും ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു അവരെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് മോൻ്റെ ഓരോ ഏരിയാസും കുറേ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിലും സെൻസറി ഇഷ്യൂസും എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം അതെല്ലാം കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു അമ്മ പറഞ്ഞപ്പോൾ മോനിപ്പോൾ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണെങ്കിലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആണ് ഗർഷോമിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഗർഷോം പോണതിൽ നമുക്ക് സങ്കടമുണ്ട്. പ്രത്യേകിച്ച് ഗർഷോമിൻ്റെ അമ്മയെ അധിക ദിവസവും ഒരുപാട് സമയം ഇരുന്ന് ഗർഷോമിൻ്റെ കാര്യങ്ങളല്ലാതെ തന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തോന്നുന്നൊരു മദറാണ്. ഗർഷോമിൻ്റെയും അതേപോലെ തന്നെ ഗർഷോമിന് 3 സിസ്റ്റേഴ്സാണുള്ളത്. എല്ലാവർക്കും ജീവനത്തിൻ്റെ വക മനസ്സിൽ നിന്ന് പ്രാർത്ഥനയും എല്ലാവിധ നന്മകളും നേരുന്നു. ഹാപ്പി